ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മൾ പ്രാക്ടിക്കൽ ഫിസിക്സ് പബ്ലിക് എക്സാമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ വീഡിയോസായിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പത്തെ വർഷങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്തിട്ട് ഓൾമോസ്റ്റ് കാര്യങ്ങൾ ചില എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു വീഡിയോസൊക്കെ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ട് നിങ്ങൾ ആ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചല്ല, നിങ്ങൾ എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു ബോധേഡാണ്. പക്ഷേ പ്രാക്ടിക്കൽ എക്സാം, ഒരു പബ്ലിക് എക്സാമിലേക്ക് കടക്കുന്ന സമയത്ത്, പ്രാക്ടിക്കൽ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്തുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഫുൾ മാർക്ക് അടിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എസ്പെഷ്യലി ആ ഒരു ലാബിൽ ആ ഒരു 3 മണിക്കൂർ ടൈം, ഫിസിക്സ് എക്സാമിൻ്റെ ആ 3 മണിക്കൂർ സമയം നമുക്ക് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. നിങ്ങൾ വിചാരിച്ച പോലെയല്ല, പെട്ടെന്ന് ആ 3 മണിക്കൂർ പോകും മക്കളെ. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എങ്ങനെയാണ് ഈ 40 മാർക്ക് വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്രാവശ്യം ഒരു ചെറിയൊരു ചേഞ്ചൊക്കെ കാണാം, വലിയൊരു ചേഞ്ചൊന്നും ഇല്ല. അപ്പോൾ മക്കൾ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, ഒന്നുമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ 1, 2 എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ 2 എക്സ്പെരിമെൻ്റ് ആണല്ലോ ചെയ്യേണ്ടത്. ഒന്ന് ഫ്രം സെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ആണ്. സെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ആണ്. പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, അധികം ലെങ്ത് ആക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അത്ര ടെൻസ്ഡ് ആയിരിക്കും. ഓക്കെ, അത് റിലാക്സ് ആയിട്ട് ചെയ്യുക, ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പോൾ +1 ഒന്ന് ചെയ്യണം, +2 ഒന്ന് ചെയ്യണം. അത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ആ ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഏതാ ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം അതുവരെ നിങ്ങൾക്ക് എത്ര എക്സ്പെരിമെൻ്റ് ഉണ്ടോ, ഇപ്പോൾ ഒഫീഷ്യലി 14 എക്സ്പെരിമെൻറ്റ്സ് ആണല്ലോ ഉള്ളത്. ഫ്രം 7 എക്സ്പെരിമെൻറ്റ്സ് ഫ്രം +1 സെഷനും അതുപോലെ തന്നെ 7 എക്സ്പെരിമെൻറ്റ്സ് ഫ്രം +2 സെഷനാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു 14 എക്സ്പെരിമെൻറ്റ് ആ സ്പോട്ടിൽ വരെ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നവരെ നിങ്ങളുടെ മൈൻഡിൽ 14 എക്സ്പെരിമെൻ്റ് ഉണ്ട്. ബട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഓൺലി 2 എക്സ്പെരിമെൻറ്റ്സ് പറഞ്ഞു വരുന്ന 12 എക്സ്പെരിമെൻ്റ് അവിടെ ഡിലീറ്റ് ആയി പോയി മീൻസ് അതിനെക്കുറിച്ച് ബോധേടല്ല. ആ 2 എക്സ്പെരിമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെ അറിയാണ്ടോ, അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 എക്സ്പെരിമെൻറ്റ് കിട്ടിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ 2 എക്സ്പെരിമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എക്സ്റ്റേണൽ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു തരും. എനിവേ, എൻ്റെ ഭാഗത്തൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് കിട്ടിയ 1 എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ, റോമൻ നമ്പർ 1 അല്ലെങ്കിൽ നോർമലി 1 എന്ന് എഴുതിയിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റ് 1 എന്ന് പല രീതിയിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ എന്താണോ എഴുതിയത് അതുപോലെ നിങ്ങൾക്ക് ആൻസർ ഷീറ്റ്, ഓക്കെ, നമ്മൾ പബ്ലിക് എക്സാമിൻ്റെ ഒരു മെയിൻ പ്രാക്ടിക്കൽ എക്സാം എഴുതേണ്ട ഒരു മെയിൻ ഷീറ്റ് തന്നിട്ടുണ്ടാവും. അതിൽ എക്സാം അതുപോലെ ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെരിമെൻറ്റ് എന്താണ്, എക്സാം എന്താണ്, ഈ ഡേറ്റ് എഴുതുക, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുക, കാൻഡിഡേറ്റ് സൈൻ, ഇൻവിജിലേറ്റർ സൈൻ, അതൊക്കെ ചെയ്തോളും. ഓക്കെ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പേപ്പർക്ക് അതുപോലെ പൂരിപ്പിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ അതേപോലെ കോപ്പി ചെയ്യുക. നിങ്ങൾ ഒരു വേർഡ് പോലും ഒരു സംഭവം പോലും മാറ്റണ്ട, കോപ്പി പേസ്റ്റ് ചെയ്യുക. എയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതാണ് പറയുന്നത്. ഒബ്സർവേഷൻ നോട്ടിൽ എഴുതുന്ന പോലെ, ഒരു റെക്കോർഡിൽ എഴുതുന്ന പോലെ എയിം എന്ന് പറഞ്ഞിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ എന്താണോ അത് അതുപോലെ കോപ്പി ചെയ്യുക. എന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വേണമെങ്കിൽ അപ്പാരറ്റസ് എഴുതാം. ഓക്കെ, അതിനുശേഷം വേണമെങ്കിൽ അപ്പാരറ്റസ് നിർബന്ധമില്ല, പിന്നീടാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് എന്താണ് എക്സ്പെരിമെൻറ്റ് കിട്ടിയ ആ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ എഴുതാം. ഓക്കെ, ഫോർമുല ആൻഡ് പ്രിൻസിപ്പിൾ, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടി ഒരുമിച്ച് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സ്പെരിമെൻറ്റ് കിട്ടിയത് അതിന് കറസ്പോണ്ട് ഫോർ എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ പറയാം മക്കളെ, കോൺകേവ് മിറർ. അപ്പോൾ കോൺകേവ് മിററിൽ തന്നെ പല മെത്തേഡുകളിൽ, അപ്പോൾ UV മെത്തേഡ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺകേവ് മിറർ F = UV/U+V. അതിൽ U ആരാണ്, V ആരാണ്, ഓരോ ടേമിനെ മെൻഷൻ ചെയ്യണം. അത്രയേ ഉള്ളൂ. ആ ഒരു സംഭവം അത്രയേ വേണ്ടൂ. പിന്നെ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെത്തേഡോ, ചിലപ്പോൾ നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡോ എന്തോ ആവാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണോ ചോദിച്ചത് അതിനെക്കുറിച്ച് മാത്രം എന്ത് ചെയ്യുക, പ്രിൻസിപ്പിൾ എഴുതി വെക്കുക. അല്ലാതെ UV ഗ്രാഫിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യേണ്ട. 1/U 1/V ഗ്രാഫിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ അതൊന്നും എഴുതണ്ട. OA+OB/4 വേണ്ട, അവിടെ 2/OA+OB വേണ്ട. അപ്പോൾ എന്താണോ ചോദിച്ചത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. UV ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ കേസ് എഴുതുക. ക്ലിയർ ആയി മക്കളെ, അത് ചെയ്യുക. അതുപോലെ ലെഫ്റ്റ് സൈഡ് നമ്മൾ അതിൻ്റെ റേ ഡയഗ്രാംസ്, ഇപ്പോൾ ഗ്രാഫാണെങ്കിൽ ഗ്രാഫ് റഫായിട്ട് ഗ്രാഫ് വരക്കണം. ഇനി സർക്യൂട്ട് വരുന്ന എക്സ്പെരിമെൻറ്റ് ഓംസ് ലോ, PN ജംഗ്ഷൻ ഡയോഡ് പോലെയാണ് സർക്യൂട്ട് വരക്കണം. ഒപ്റ്റിക്സ് വരുന്ന സാധനങ്ങളാണ് റേ ഡയഗ്രാംസ് നിർബന്ധമായിട്ടും വരക്കണം. ഗ്രാഫിൽ നിന്നാണ് ഗ്രാഫിൻ്റെ റഫ് ഡയഗ്രാം വരക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മളൊരു മാർക്ക് കളയാൻ നിൽക്കരുത്. കാരണം പറഞ്ഞു വരുന്നത് ഈ ഫോർമുലയും പ്രിൻസിപ്പിൾ ചെയ്യുന്നതിന് മക്കളെ 5 മാർക്കാണ് കേട്ടോ. ഓക്കെ, ഞാനൊരു എക്സ്പെരിമെൻറ്റിൻ്റെ കേസാണ് പറയുന്നത്. ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ടോട്ടലി ഫിസിക്സിൽ കിട്ടുക 18 മാർക്കാണ്. ആ 18 മാർക്ക് അങ്ങനെ 2 എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ 18, 18 × 2 36. ബാക്കിയുള്ള 4 മാർക്ക് നിങ്ങളുടെ റെക്കോർഡാണ് കേട്ടോ. ഒബ്സർവേഷൻ റെക്കോർഡ് നോട്ടാണ്. ആ റെക്കോർഡ് ബുക്കിനാണ് 4 മാർക്ക് വരുന്നത്. അപ്പോൾ ഈ 18 മാർക്കിൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല പ്രിൻസിപ്പിൾ ഇതിന് 5 മാർക്കാണ്.
നിങ്ങൾക്ക് ഇത് എഴുതിയാൽ മാത്രമേ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുള്ളൂ, പെർമിഷൻ കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഓക്കെയാണ്, ഇതൊക്കെ സെറ്റായി, ഒബ്സർവേഷൻ കോളംസ് ഒക്കെ വരച്ചിട്ടുണ്ട്. ഇനി അപ്പാരറ്റസ് എടുത്ത് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കുന്നില്ലേ, ഈ സെറ്റ് ചെയ്ത് വെക്കുന്ന അപ്പാരറ്റസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ 2 മാർക്ക് പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയ മക്കളെ പെർഫോമൻസ്, ഓക്കെ, നിങ്ങളുടെ പെർഫോമൻസ്, അതുപോലെ തന്നെ റീഡിംഗ് എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, ഇത് വാല്യൂസ് ഒക്കെ എഴുതി വെക്കുന്നു. നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, റീഡിംഗ് എടുക്കുന്നു, എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു, എക്സ്റ്റേണൽ അത് കാണിച്ചു കൊടുക്കണം കേട്ടോ. എക്സ്റ്റേണൽ പറഞ്ഞാൽ മതി, അത് മാം ഓർ സാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ എക്സ്റ്റേണൽ എക്സാമിനോ നിങ്ങൾ വന്നിട്ട് നോക്കും, ഒരു റീഡിങ് എന്തായാലും കാണിച്ചു കൊടുക്കുക, കാരണം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് വന്നല്ലോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് 6 മാർക്കാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ കൂളായിട്ട് ചെയ്യുക, ടെൻഷൻ അടിക്കണം, നിങ്ങൾക്ക് ആ പ്രൊസീജിയർ അറിയാലോ, അത് നല്ല നീറ്റായിട്ട് പെർഫോം ചെയ്യുക, വേണ്ട കാര്യങ്ങളൊക്കെ എഴുതുക. ഇപ്പോൾ ടേബിൾ എഴുതുന്ന സമയത്ത് SI യൂണിറ്റ് എഴുതുക, എന്താണോ അതിൽ യൂണിറ്റ് വരുന്നത്, ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ എഴുതുക, യൂണിറ്റ് ആണെങ്കിൽ സെൻറ്റിമീറ്റർ ആണ്, എന്താണ് യൂണിറ്റ് നിങ്ങൾ അളക്കുന്നത് അത് എഴുതി വെക്കണം കേട്ടോ. ഈ പെർഫോമൻസ് നിങ്ങളുടെ പെർഫോമൻസ്, അതുപോലെ റീഡിങ് കാൽക്കുലേഷൻ അല്ല കേട്ടോ, റീഡിങ് എഴുതി വെക്കുന്നതിന് 6 മാർക്കുണ്ട്. ഇനി അത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ടിലേക്ക് വരികയാണ്. ഈ കാൽക്കുലേഷനും റിസൾട്ടിനും കൂടി ആ റിസൾട്ട് ഷുഡ് ബി ഇൻ SI യൂണിറ്റ്, അതിന് 4 മാർക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 17 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഫോർമുല പ്രിൻസിപ്പിൾ ഇതിന് 5 മാർക്ക് കേട്ടോ, അപ്പാരറ്റസ് സെറ്റ് ചെയ്തതിന് 2 മാർക്ക്, പെർഫോമൻസ് നിങ്ങളുടെ പെർഫോമൻസ് റീഡിംഗ് എടുത്തതിനൊക്കെ 6 മാർക്ക്, പിന്നെ ഈ കാൽക്കുലേഷൻ റിസൾട്ട് എഴുതിയതിന് എത്ര മാർക്ക് മക്കളെ, 4 മാർക്ക്, 17 മാർക്ക്. വൈവ ഉണ്ട് കേട്ടോ, 1 മാർക്ക്. അതിൻ്റെ 90 ദിവസങ്ങളൊക്കെ എനിക്ക് പറ്റുന്ന സമയം കൊണ്ട് ഞാൻ വൈവ ക്വസ്റ്റ്യൻസ് എഴുതി. വൈവ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ചെയ്ത എന്താണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ചില്ലറ ബേസിക്കായിട്ട് കാര്യങ്ങളെ ചോദിക്കുള്ളൂ കേട്ടോ. ഒക്കെ അപ്പോൾ വൈവ ഒക്കെ 1 മാർക്ക്. അങ്ങനെ നിങ്ങൾ സമ്മപ്പ് ചെയ്തേരാ 5 + 2 + 6 + 4 + 1 18 ആയിരിക്കും. ഈ 18 മാർക്ക് ഒരു എക്സ്പെരിമെൻറ്റ്. ഇതേപോലെ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് എന്താണോ അതിലും ഇതേപോലെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. 36 ആയി, പിന്നെ 4 മാർക്ക് ആരും കൂടി റെക്കോർഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യാൻ വേണ്ടി ഏബിൾ ആയിരിക്കുക. എല്ലാത്തിനും പ്രിൻസിപ്പിൾസിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പ്ലേലിസ്റ്റ് ചോദിക്കാൻ മനസ്സിലാവും. ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്സിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട്, ഈവൻ വൈവ ക്വസ്റ്റ്യൻസ് അടക്കം കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഇതേപോലെ കറക്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം എന്താ സെറ്റാണ്. ഒരു അനാവശ്യ ടെൻഷനും കാര്യങ്ങളും എടുക്കാണ്ട് ചെയ്യാനറിയാം, പ്രിൻസിപ്പിൾ പഠിക്കുക, ബാക്കിയൊക്കെ കയ്യിൽ കിട്ടിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, ടെൻഷൻ അടിക്കാതെ നല്ല നീറ്റായിട്ട് എക്സാം എഴുതാൻ വേണ്ടി എല്ലാവർക്കും പറ്റട്ടെ മക്കളെ. ഓക്കെ, അപ്പോൾ തകർത്തിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതുക. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇനി എന്തെങ്കിലും ഹെൽപ്പ് ആക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. സോ നല്ല നീറ്റായിട്ട് എക്സാം ചെയ്യാൻ പറ്റട്ടെ മക്കളെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു.